അബിൻ വർക്കിക്ക് ഈസി ആയിട്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് പോകാമായിരുന്നു. ഒറ്റ വാചകം പറഞ്ഞാൽ മതിയായിരുന്നു. ഏതെങ്കിലും ഒരു പത്രസമ്മേളനത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരിടത്തോ രമേശ് ചെന്നിത്തലയെ കുത്തി ഒരു വാക്ക് പറയുകയും KC വേണുഗോപാലിനെ പുകഴ്ത്തിക്കൊണ്ട് 2 പ്രസംഗം നടത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് അബിൻ വർക്കി വരും. പക്ഷേ ഞാൻ അബിൻ വർക്കിയെ ബഹുമാനിക്കുന്നതിൻ്റെ കാര്യം, പക്ഷേ അബിൻ വർക്കി അത് ചെയ്തില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് ആ പവർ പൊസിഷനിൽ ഇപ്പോഴും അദ്ദേഹം ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നൊരു പോരാളിയാണെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷ നേതാവല്ല, അദ്ദേഹത്തെ തന്നെ AICCയിലെ ക്ഷണിതാവായിട്ടാണ് വിളിച്ചത്. എന്നിട്ട് പോലും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിലയുറപ്പിക്കുന്നു. നോക്കൂ, വലിയ സ്വാധീനശേഷിയില്ലാത്ത, വലിയ അധികാര പദവി ഇല്ലാത്ത ആൾക്കാരോടൊപ്പം നിൽക്കണമെങ്കിൽ അപാരമായിട്ടുള്ള ചങ്കൂറ്റം വേണം. ഞാനത് അബിനിൽ കാണുന്നു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോടൊപ്പം പോകാം, VD സതീശനോടൊപ്പം പോകാം, അതല്ലെങ്കിൽ KC വേണുഗോപാൽ, എല്ലാം അങ്ങോട്ടാണല്ലോ പോകുന്നത്. ഷാഫി പറമ്പിൽ പോലും പോയത് ആരുടെ കൂടെയാണ്? ഈ പറയുന്ന KC വേണുഗോപാലിൻ്റെ കൂടെയാണ്. അവസാന നിമിഷം PC വിശ്വനാഥ് KC വേണുഗോപാലിൻ്റെ ഭാഗമായി, AP അനിൽകുമാർ, KC എന്തിനേറെ സുധാകരനോടൊപ്പം നിന്ന് സണ്ണി ജോസഫ് പോലും KCയുടെ ഭാഗമായി തീരുന്നൊരു സാഹചര്യം നമ്മുടെ നിലവിലുണ്ട്. പക്ഷേ അവിടെയാണ് അബിൻ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഉറച്ചു നിന്നു. കൃത്യമായ പണി കിട്ടി. അത് രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്ത പണി അബിൻ വർക്കി അത് ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്.